ഇപ്പോഴും നോക്കൂ, ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഷാഫിയെ ഒരു സുഡാപ്പി, ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റ്, UDF-നെ ആകെ വർഗീയവൽക്കരിച്ച ഒരാളെന്ന നിലയ്ക്കുള്ള ചാപ്പയടിക്കാനുള്ള നൈസായിട്ട് ഗ്യാപ്പിലടിക്കാൻ നോക്കുകയാണത്. ഇത് സ്ത്രീവിരുദ്ധതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിനകത്ത് അയാൾ വലിയ വർത്തമാനം പറഞ്ഞ് രാഹുലിനെ തള്ളിക്കളഞ്ഞില്ല എന്ന പോയിന്റ് അയാൾക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ കഴിയുള്ളൂ. പിന്നെ ആ പരാതി നേരത്തെ അറിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തില്ല എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. പക്ഷെ അതിനിടയിലൂടെ ഷാഫിയുടെ പേര് വെച്ച് ഷാഫി ഒരു മുസ്ലിം വർഗീയവാദിയാണെന്നും അയാൾ UDF-നെ ആകെ മുസ്ലിം വർഗീയതയിലേക്ക് തള്ളിയിട്ടു എന്നും പറയാൻ ശ്രമിക്കുന്നു വലിയ ഉന്നതജാതരായ LDF-ന്റെ സിമ്പതൈസേഴ്സ്, CPIM-കാർ. CPIM-ന്റെ കൂടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ അതിനെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് പറ്റുമല്ലോ. എന്തിൻ്റെ പേരിലൊക്കെയാണ് ഒരു ലീഡറെ ആക്രമിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണ്, രാഷ്ട്രീയ താല്പര്യം എന്താണ്, വംശീയ താല്പര്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ജനത്തിന് നല്ല ധാരണയുണ്ട്. നല്ല ബോധ്യമുള്ള മനുഷ്യരല്ലേ രാഷ്ട്രീയം കാണുന്നതും ഷാഫിയെ കേൾക്കുന്നതും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നതും എല്ലാം നല്ല രാഷ്ട്രീയ ധാരണയുള്ള മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ആളുകളെ അങ്ങനെ ഒന്ന് മറിച്ച് കളയാം അവരുടെ കാഴ്ച എന്ന് വിചാരിക്കുന്നത്തെ പ്രശ്നമാണെന്ന് ഞാൻ പറയും.